ഞങ്ങൾക്ക് ആരും ഇറങ്ങിയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു നല്ല ന്യൂസ് വരുമോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതീക്ഷകളെല്ലാം വിഫലമായി കുഞ്ഞു സുഹാൻ കണ്ണീരോർമ്മയാണ് നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി. എല്ലാവർക്കും നമസ്കാരം. ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരൻ സുഹാൻ. ഈ ഒരു കേസ് സത്യം പറഞ്ഞാൽ കുറച്ചധികം ദുരൂഹതയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദേവനന്ദയുടെ കേസ് നിങ്ങൾക്ക് അറിയാലോ. ഏതാണ്ട് ആ കേസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ദേവനന്ദ കേസിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് 2 ഫോൺ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഫോൺ കളഞ്ഞു പോയി. ആ ഒരു സാധനമൊക്കെ അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്വേഷണങ്ങൾ ഏതുവരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അതുപോലെ വെള്ളത്തിൽ മുങ്ങി പോകുമോ എന്നോ അന്വേഷണം. ഇവിടെ ഈ കുട്ടിയുടെ, ഈ സുഹാൻ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിന്റെ റീസൺ, 6 വയസ്സായ ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ കെയർ കൊടുത്ത് നോക്കേണ്ടത് സ്വന്തം തള്ള തന്നെയാണ്. സ്വന്തം അച്ഛൻ ഗൾഫിലെങ്ങാണ്ടാണ്. ആ സ്ഥിതിക്ക് ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായിട്ട് നോക്കേണ്ടത് സ്വന്തം അമ്മ തന്നെയാണ്. 800 മീറ്ററോളം ഉള്ള അപ്പുറത്തെ കുളത്തിൽ പോയി ആണ് എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് എന്തോ ഒരു ദുരൂഹത വിലയുന്നുണ്ട്. ഇനി വീട്ടിൻ്റെ അടുത്ത് വേറെ കുളവും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടി വീട്ടിൽ നിന്നും വഴക്കിട്ടാണ് പോയതെന്നുള്ളൊരു സംസാരം വരുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണ്. അപ്പൊ അമ്മയുടെ സംരക്ഷണത്തിലാണ് ആ കുട്ടി വളർന്നുകൊണ്ടിരുന്നത്. ആ സ്ഥിതിക്ക് അമ്മയെ ചോദ്യം ചെയ്യണം. അത് നിങ്ങളൊരു ബാഡ് ഇന്റൻഷനായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്കൊന്നും പിടികിട്ടുന്നില്ല. സത്യം സീരിയസ്ലി പറയാം. കാരണം പല രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. നമ്മൾ തന്നെ പല കേസുകൾ കണ്ടിട്ടില്ലേ. കാമുകന് വേണ്ടിയിട്ട് സ്വന്തം അമ്മ കുട്ടിയെടുത്ത് കിണറ്റിയിട്ട് മറ്റേ വെള്ളത്തിൽ മുക്കി, ഇങ്ങനത്തെ പല കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളിതിപ്പം ഈ ഒരു കേസിൽ, സുഹാന്റെ കേസിൽ അങ്ങനെ ഇനിയിപ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ നോക്കണം എന്ന് പറയേണ്ട കാര്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ മക്കൾക്ക്, ഞാനിപ്പോൾ മാരീഡ് അല്ല, കല്യാണം കഴിഞ്ഞ് എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി എൻ്റെ ഭാര്യയും ചോദ്യം ചെയ്യണം, എന്നെയും ചോദ്യം ചെയ്യണം. മനസ്സിലായി? ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇന്നത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റൂലേ ആരൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടുവന്ന്. നമുക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലും ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല ഇന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് കുറെ പേര് കമന്റ് ബോക്സുകളിൽ അമ്മയെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ വേറെ കുറെ പേര് എന്തിനാടാ അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ല? കാരണം തൊട്ടടുത്ത് കളിച്ചുകൊണ്ട് നിന്ന കുട്ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കുട്ടി വീട്ടിൽ നിന്നും വഴക്കിട്ട് പോയെന്നും പറയുന്നുണ്ട്. പിന്നെ 800 മീറ്ററോളം, ഏതാണ്ട് 1 കിലോമീറ്റർ അടുപ്പിച്ച് അപ്പുറത്ത് വേറെ സ്ഥലത്ത് പോയിട്ട് ഉള്ള കുളത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് എന്തൊക്കെയോ ഡൗട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലോട്ട് കിടക്കാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. കാരണം ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. ഹൈപ്പ് കൊടുക്കുക തന്നെ വേണം. എന്നാൽ ജനങ്ങൾ കാണണം. ജനങ്ങൾക്കും ഇതേ കാര്യങ്ങൾ ഡൗട്ട് തോന്നണം. തോന്നിയേ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യം തന്നെ ഒരു കമന്റ് വായിച്ചുകൊണ്ട് തുടങ്ങാം. അന്വേഷണം അമ്മയിൽ നിന്നും തുടങ്ങണം. ഇന്നലെ അമ്മ ആ സമയം വീട്ടിലില്ലായിരുന്നു എന്ന് ന്യൂസ് റിപ്പോർട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് വീട്ടിൽ അമ്മ ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മ എവിടെ പോയി? അമ്മ കുട്ടിയെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ കുട്ടിയെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയോ? അങ്ങനത്തെ ഒരു ഡൗട്ട് അവിടെ ഉണ്ട്. അമ്മയും അതേ സമയം വീട്ടിലില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഡൗട്ടാണ്, ദുരൂഹതയാണ്. നമ്മളിതിപ്പോൾ അമ്മയാണെന്നൊന്നും ഉറപ്പിക്കുന്നില്ല. അന്വേഷിക്കണം, അത്രേ പറയുന്നുള്ളൂ. ഏത് കേസ് വന്നു കഴിഞ്ഞാലും അന്വേഷിക്കണം. അയൽവാസികളെ അന്വേഷിക്കണം. ചിലപ്പോൾ അയൽവാസികൾ നാറുകൾ കാണും. അതുപോലെ അന്നേ ദിവസം അവിടെ വേറെ ബംഗാളികളോ മറ്റു ഏതെങ്കിലും അന്യ സംസ്ഥാനത്തിൽ നിന്ന് വല്ലവന്മാരോ അല്ലെങ്കിൽ വല്ല കച്ചവടം എന്ന് പറഞ്ഞ് വല്ലവന്മാരും പോയോ? ഇതെല്ലാം അന്വേഷിക്കണം. കാരണം കുട്ടികളടക്കം സേഫ് അല്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും അന്വേഷിക്കണം. ഇത് മറ്റേ ചെറിയ കേസ് തന്നെ പോട്ടുപുല്ല് എന്ന് പറഞ്ഞു വിടേണ്ട കേസുകളല്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സേഫ് അല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അന്വേഷണം കൃത്യമായ രീതിയിൽ നടത്തുക തന്നെ വേണം. അല്ലാണ്ട് അവര് പാവപ്പെട്ടവരല്ല, 2 ദിവസം കഴിയുമ്പോൾ ന്യൂസ് കാണഞ്ഞു പോകും. അങ്ങനെ വിടരുത്. ദേവനന്ദയുടെ കേസ് എവിടെ പോയി? ആ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ 2 ഫോൺ ഉണ്ടായിരുന്നു. അതിലൊരു ഫോൺ കാണാനില്ലെന്ന് അവര് പറഞ്ഞതും വിശ്വസിച്ച അപ്പൊ അതിലെന്തോ ഒരു ദുരൂഹത അന്നത്തെ കേസിലുണ്ട്. അതുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ എന്തായാലും ആദ്യം ന്യൂസിന്റെ കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം. എന്നിട്ട് എന്റെ കുറച്ച് അസംഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ കുഞ്ഞിന്റെ അത്ര അടുത്തല്ല, ഇത് കുറച്ച് പോകണം. അതായത് കുട്ടിയുടെ വീടിന് സമീപത്ത് ഏതാണ്ട് 100-200 മീറ്റർ പരിധിയുള്ള കുളങ്ങളൊക്കെ തന്നെ നേരത്തെ പരിശോധിച്ചിരുന്നു. പക്ഷേ ഇത് അല്പം കൂടി മാറി, കുറച്ചുകൂടി മാറി ഇവിടെ സമയത്ത് ആളൊഴിഞ്ഞ് കിടക്കുന്ന കോട്ടേഴ്സൊക്കെ ഉണ്ട്. അതിന് അടുത്ത് ഒരു റോഡുണ്ട്, ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ്. കേട്ടല്ലോ. അതായത് വീട്ടിന്റെ തൊട്ടടുത്തുള്ള കുളങ്ങളും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചു.
ഇനി കുറച്ച് അകലെ, കുറച്ചു മാറി, ആളൊഴിഞ്ഞ സ്ഥലം. ആളൊഴിഞ്ഞ സ്ഥലം ഈ വാക്കാണ്. ആളൊഴിഞ്ഞ സ്ഥലം. ഇതിപ്പോ കുട്ടിയുടെ അമ്മ ചെയ്തെന്നൊന്നുമല്ല ആരും ഇവിടെ സ്ഥാപിക്കുന്നത്. ചോദ്യം ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് ചോദ്യം ചെയ്യാതിരിക്കണം? അതിന്റെ ആവശ്യമില്ല. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആളൊഴിഞ്ഞ സ്ഥലം. എന്തായാലും 6 വയസ്സുള്ള ഒരു കുട്ടി ഒരിക്കലും ആളൊഴിഞ്ഞ ഒരു സ്ഥലം നോക്കി തേടിപ്പോയിട്ട് പോകത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്തോട്ട് ഈ കുട്ടി എങ്ങനെ എത്തി? എന്തിനാണ് ആളൊഴിഞ്ഞ സ്ഥലത്തിലോട്ട് പോയത്? കൊണ്ടുപോയതല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസ് തക്കതായ രീതിയിൽ അന്വേഷിക്കണം. നല്ല ഒന്നാം തരം ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്ഥലത്തോട് ചേർന്നുള്ള കുളത്തിലാണ് ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ഇപ്പോൾ കരയിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്ന ഒരു വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം എല്ലാവരുടെയും പ്രാർത്ഥന ആസ്ഥാനത്തായിരിക്കുന്നു. ആ കുഞ്ഞുമോൻ കുളത്തിൽ മൃതദേഹം കമന്നു കിടക്കുന്ന നിലയിലായിരുന്നു. ഈ പ്രാർത്ഥനകളൊക്കെ വിഫലമായിരിക്കുന്നു. കുഞ്ഞിന്റെ മൃതദേഹം ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു കേരളക്കര മൊത്തം ഒന്നടങ്കം ഈ കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതായിരുന്നു. ഞാനത് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ വീഡിയോ ചെയ്യാത്തത് എന്താ നമ്മൾ അങ്ങനെ. പക്ഷേ ഈ ഒരു കേസ് അതിനുശേഷം ന്യൂസുകളും കാര്യങ്ങളും കാണാൻ തുടങ്ങിയപ്പോൾ എനിക്കെന്തോ ഒരു ഡൗട്ട്. എവിടെയോ ഒരു ചീഞ്ഞു നാറ്റം. പ്രത്യേകിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു 6 വയസ്സായ കുട്ടി ഇപ്പൊ സ്വയം ജീവൻ ഒടുക്കാനായാലും പോയാൽ കൂടി വീട്ടിൽ നിന്നും വഴക്കിട്ട് സ്വയം ജീവൻ ഒടുക്കാൻ പോയാൽ ഇന്നത്തെ കുട്ടി പിള്ളേർ വരെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ടീംസുകളാണ്. അങ്ങനെ പോയാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് അത് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല കേട്ടോ. സീരിയസ്ലി. തൊട്ടടുത്തൊക്കെ കുളങ്ങളുണ്ട്. ആ സ്ഥിതിക്ക് ആ കുട്ടി 800 മീറ്റർ അപ്പുറത്ത് നടന്നു പോവും. ചിന്തിക്കും. അതുകൊണ്ട് ഈ കേസിൽ ദുരൂഹതയുണ്ട്. അത് അമ്മയിൽ നിന്നും തുടങ്ങണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അവിടെ നിന്ന് തന്നെ തുടങ്ങണം. സ്റ്റാർട്ടിങ് അവിടെ നിന്ന് തന്നെ ആയിരിക്കണം. അല്ലാണ്ട് വേറെ കൂടുതൽ ചകഞ്ഞ് പോകുന്നതിന് മുന്നേ ആദ്യം അവിടെ നിന്ന് തന്നെ അന്വേഷണം തുടങ്ങണം. എന്ന് വെച്ചിട്ട് അവർ കുറ്റവാളി എന്നല്ല പറയുന്നത്. ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് സംഘങ്ങളും പോലീസും ചേർന്നാണ് ഇപ്പോൾ ഈ കുളത്തിന്റെ കരയിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം എത്തിക്കുന്നത്. വളരെ സങ്കടകരമായ കാഴ്ച. ഒരു നാട് ഒന്നാകെ തെരഞ്ഞ് നടക്കുമ്പോൾ അതിന് അടുത്ത് ഇതൊന്നും അറിയാതെ ആ കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നോവ് പകരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്. കാരണം കുഞ്ഞിനെ തെരഞ്ഞ സ്ഥലങ്ങൾ, ആ കുളങ്ങളൊക്കെ അതിന്റെ തൊട്ടടുത്തുള്ള കുളങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞിരുന്നു. പക്ഷേ തൊട്ടടുത്തുള്ള, അതായത് വീടിന് തൊട്ടടുത്തുള്ള സറൗണ്ടിങ്ങിലുള്ള എല്ലാ കുളങ്ങളും തെരഞ്ഞിരുന്നു, കിട്ടിയില്ല. ഇനി അന്നേ ദിവസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത് തലേ ദിവസം, അതിന് മുന്നോട്ടുള്ള ദിവസം, ഈ ദിവസങ്ങളിൽ ഈ കുളത്തിന് പരിസരത്തും അടുത്തുള്ള കുളത്തിന് പരിസരത്തും ചുറ്റി നടന്നവരെയും അടുത്തൊക്കെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ചോദ്യം ചെയ്യണം. എല്ലാവരെയും ചോദ്യം ചെയ്യണം. ചിലപ്പോൾ ഈ കുട്ടിയെ അപായപ്പെടുത്താനായിട്ട് 2 ദിവസം മുന്നേ ഒക്കെ ഇങ്ങനെ നോക്കി നിന്നവർ കാണാം. അല്ലെങ്കിൽ റാൻഡമായിട്ട് കുട്ടി എങ്ങോട്ടോ നടന്നു പോകുന്ന കണ്ടപ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതാവാം. അങ്ങനെ പല രീതിയിലും ഈ കേസുകൾ ചിന്തിക്കാം. നമ്മൾ പറയുന്ന പല അസംഷൻസും പിന്നെ പല കേസുകളിലും കറക്റ്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ ആ ഊഹാപോഹങ്ങൾ പറയുന്നത്. ഇത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. പക്ഷെ ഇത് പിന്നെ പല കേസുകളിലും ഇതൊക്കെ ഇതങ്ങനെ ആയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ വരെ നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള വേറെ കേസുകളിലും ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളും ഒക്കെ ശരിയായി വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ഇതിന്റെ എല്ലാ വശം ചിന്തിക്കണം. കൂടെ നിൽക്കുന്നവനെ അടക്കം ചിന്തിക്കണം. ആ രീതിയിൽ ഈ കേസ് കണ്ടെത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എത്ര കുട്ടികളാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത് കുറച്ച് മാറി ഈ സമീപത്ത് റോഡ് പോകുന്നുണ്ട്. ആ റോഡിനോട് ചേർന്നുള്ള കുളത്തിലാണ് ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹവുമായി കൊണ്ടുപോകും. കുഞ്ഞിന്റെ മൃതദേഹം മൃതദേഹം കൊണ്ടുപോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നടന്നു. ഇന്നലെയാണ് കിട്ടുന്നത്. അതിന് മുന്നത്തെ ദിവസമാണ് കാണാതാകുന്നത്. അത്യാവശ്യം നല്ല ദുരൂഹതയുണ്ട്. സീരിയസ്ലി. ഒരിക്കലും ആ കുട്ടി, എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും 6 വയസ്സുള്ള ഒരു കുട്ടി ഇത്രയും ദൂരം നടന്നു വന്ന്, അതൊരിക്കലും ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. അതൊരിക്കലും അങ്ങനെ സാധിക്കത്തുമില്ല. സീരിയസ്ലി. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇതിന്റെ പിന്നിൽ വേറെ ആരോ കളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നിൽ കുട്ടിയെ നശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നേരത്തെ മുൻകൂട്ടി ചെയ്തത്, അത് ആരുമാകാം. ഓക്കെ, പോവാ. പക്ഷെ അല്ലാത്ത പക്ഷം കുട്ടി ചിലപ്പോൾ ഒറ്റയ്ക്ക് വെളിയിലയക്കുന്ന കണ്ടപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉദ്ദേശത്തോടെ കൊണ്ടുപോയതാവാം. അങ്ങനെയും സംഭവിക്കാം. അതുപോലെ തന്നെ ഞാൻ അമ്മയെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത്, ഒരിക്കലും 6 വയസ്സായ ഒരു കുട്ടിയെ നോക്കാണ്ട് അല്ലെങ്കിൽ 6 വയസ്സായ കുട്ടിയെ ശ്രദ്ധിക്കാണ്ട് ഒരു അമ്മ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടിയെ കാണാതാവുന്നു, പെട്ടെന്ന് അമ്മ കരയുന്നു. അത് സ്വാഭാവികം. എത്രയും ന്യൂസുകളിൽ എത്രയും കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ ഇപ്പോ ബോഡി ലഭിച്ച
ഒഴിച്ച കുളം റോഡിന്റെ സൈഡല്ല, അപകടത്തിൽ വീഴാൻ ചാല് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ കുളം ഉള്ളത്. ഒരു ചാല് കടന്നു വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ പാലങ്ങളാണ് ഉള്ളത്. അങ്ങനെ സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും പോലീസ് വിശദമായി കേട്ടല്ലോ. അതായത് ഒരു പാലം അടക്കമുണ്ട്, സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആ സ്ഥിതിക്ക് അത് 6 വയസ്സുള്ള ഒരു കുട്ടി വളരെ വളരെ കുറവാണ്. എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഈ കേസിൽ, നല്ല ഡൗട്ടുണ്ട്. ഒരിക്കലും ആ കുട്ടി അങ്ങനെ പോകുന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ CCTV ഇല്ല, അകത്തില്ല അല്ലെ? കുട്ടിയുടെ വീട് തൊട്ട് ഇവിടെ പാർക്ക് എന്ന് പറയുന്നത് പാർക്കിൽ CCTV ഉണ്ട്. അത് നമ്മളെ മുനിസിപ്പാലിറ്റിയുടെ CCTV പരിശോധിച്ചു, പക്ഷെ അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പോലീസിന് പാർക്ക് ഈ വാട്ടർ ടാങ്കിന്റെ തൊട്ട്. ഓക്കെ, ഇപ്പം ആ കുട്ടി ഒരിക്കലും അങ്ങനെ പോകത്തില്ല. ഇപ്പൊ പാർക്ക് കണ്ടു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ എങ്ങോട്ട് പോകും? പാർക്കിലോട്ട് പോകും അല്ലെ? ആ സ്ഥിതിക്ക് CCTVയുടെ കണ്ണുകൾ അടക്കം വെട്ടിച്ചുകൊണ്ട് ആ കുട്ടി ഒരിക്കലും പോകത്തില്ല. ആ കുട്ടിക്ക് അറിയത്തില്ല, 6 വയസ്സായ ഒരു കുട്ടിക്ക് CCTV എന്താണെന്നും അല്ലെ CCTV പതിയാതെ ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ട് പോകണമെന്നൊന്നും ചിന്തിക്കത്തില്ല. ആ സ്ഥിതിക്ക് ഈ കുട്ടിയെ ആരോ കൊണ്ടുപോയി. അത് ആരാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. സൈഡിലുള്ളതാണ് പാർക്ക്. പാർക്കിലേക്ക് പാർക്കിൽ കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ ഇടയ്ക്ക് കളിക്കാൻ പോകാറുണ്ടെന്നാണ് ഇതല്ല. ആ പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടിയുണ്ട്. പക്ഷെ ഈ വഴിയും എടുക്കാറുണ്ട്. പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോ അമ്മ ഓക്കെ, ആ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു, ഈ വഴിക്ക് പോയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ആ കുട്ടിയുടെ അമ്മയിൽ നിന്നും അന്വേഷണം തുടങ്ങണമെന്ന്. കേട്ടോ, ഇന്നത്തെ കാലമല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അമ്മയും പറയാൻ പറ്റത്തില്ല, അച്ഛനെയും പറയാൻ പറ്റത്തില്ല, ആരെയും പറയാൻ പറ്റത്തില്ല. എല്ലാവരെയും ചോദ്യം ചെയ്യണം, ചെയ്യേണ്ട എല്ലാവരെയും ചെയ്യണം. ബന്ധുക്കളടക്കം ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അവിടെ ചുറ്റിപ്പറ്റി നടന്ന നാട്ടുകാരടക്കം ചോദ്യം ചെയ്യണം. വന്നു എന്ന് പറഞ്ഞ കുട്ടി അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അമ്മ ആ വഴിക്ക് പോയതാണ്. അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത്. അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് വിശദമായി പരിശോധിക്കും. അമ്മ രാവിലെ ഇതിൽ വന്നിരുന്നു എന്നാണ് ഇപ്പൊ ആളുകൾ പറഞ്ഞത്. ഇത്രയും ദൂരം വരുന്ന ഒരു കാര്യം ഒരു അസ്വാഭാവിക തോന്നുന്നുണ്ട് അല്ലെ? ഒരു അസ്വാഭാവികത ഉണ്ട്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ കേട്ടല്ലോ. ഈ കമന്റിൽ വന്നിട്ട് അമ്മയെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുറെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് തമ്മിൽ തല്ലുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പല വീഡിയോകളുടെ കമന്റുകളിൽ. ഇത് കണ്ടല്ലോ, ആളുകൾ പറയുന്നതാണ്, അവിടുത്തെ ആൾക്കാരാണ് പറയുന്നത്. അതിലെന്തോ ഒരു ദുരൂഹത അവർക്ക് ഫീൽ ചെയ്തു. കാരണം ഇത്രയും ദിവസം നടക്കാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അമ്മ തൊഴി പോകുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 6 വയസ്സ് കുട്ടി ആർക്കെങ്കിലും വേണ്ടി തീർത്തതാണോ എന്നുള്ള ഡൗട്ടുകൾ അടക്കം വരും. കാരണം സ്വന്തം കാമുകന് വേണ്ടിയിട്ട് കുട്ടികളെ തീർത്തിട്ട് ഒളിച്ചോടുന്ന എത്രയോ ആൾക്കാർ, അങ്ങനെ കുട്ടികൾ ബാധ്യതയാകുന്ന എത്രയോ കേസുകൾ. ഇവിടെ ഇപ്പൊ അവരങ്ങനെ പോയെന്നോ ചെയ്തെന്നോ അല്ല കേട്ടോ പറയുന്നത്, നമ്മൾ പറയുന്നതാണ്. പല കേസുകൾ, ഇങ്ങനത്തെ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാമുകന് വേണ്ടിയിട്ട് സ്വന്തം കുട്ടിയെ തീർത്തിട്ട് കാമുകനോടൊപ്പം ഒളിച്ചോടുന്നു, ഭർത്താവ് പുറത്ത് അല്ലെങ്കിൽ ഭർത്താവ് വേറെ സർവീസിൽ അല്ലെങ്കിൽ നാട്ടിലില്ല, ഇങ്ങനത്തെയൊക്കെ എത്രയോ കേസുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ലേഡിയുടെ ഭർത്താവും, അതായത് സുഹാന്റെ അച്ഛനും പുറത്താണ്. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ രീതിയിലൊന്ന് അന്വേഷിക്കുക. അവരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല, പക്ഷെ അന്വേഷിക്കുവിൻ കണ്ടെത്തുവിൻ എന്നാണല്ലോ. കുട്ടി വരാറില്ല. കുട്ടി വീട്ടിൽ നിന്ന് അധിക ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല. ഏതായാലും ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കുളത്തിലേക്ക് ഇന്നലെ ഇവിടെ നടത്തിയിരുന്നു. കാരണം ഡോഗ് സ്ക്വാഡ് വന്നത് മറ്റ് 2 കുളത്തിന്റെ പരിസരത്തൂടെയാണ്. അപ്പൊ ആ 2 കുളത്തിലാണ് ഇന്നലെ. 100 മീറ്റർ അപ്പുറം വരെ ഡോഗ് സ്ക്വാഡ് വന്നിരുന്നു. ആ കോട്ടേഴ്സിന്റെ 100 മീറ്റർ അപ്പുറത്താണ് മറ്റൊരു കുളമുള്ളത്. അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പൊ അവിടെ ഇല്ല. അപ്പൊ ഇന്നലെ ഈ കുളം നമ്മൾ ആരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളമുള്ളത്. അതായത് നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെട്ട് പോകുന്ന ഒരു സ്ഥലമല്ല, ഒരു കനാലുണ്ട്, അതിനപ്പുറമാണ് കുളം. ഉറപ്പായിട്ടും നല്ല ദുരൂഹതയുണ്ട് ഈ കേസിൽ. അന്വേഷിക്കുക, അത് പോലീസുകാർ വെടിപ്പായിട്ട് അന്വേഷിക്കുക. ദേവനന്ദ കേസ് മുങ്ങിയതുപോലെ വെള്ളത്തിൽ മുങ്ങാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. മറിഞ്ഞു വീണമെന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം അപകടം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. അല്ല, മറ്റു 2 സ്ഥിതി വരമ്പത്ത് നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് റോഡാണ്. റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളം. ഇവിടെ ആൾപെരുമാറ്റമുള്ള സ്ഥലം തന്നെയാണോ ഇവിടെ ഈ കുളത്തിന്റെ പരിസരമൊക്കെ? ആൾപെരുമാറ്റമുള്ളതാണ്. കാരണം ഒരു കുളിക്കാൻ ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്. ആൾപെരുമാറ്റമുള്ള. പക്ഷെ ആ സമയത്ത് രാവിലെ കുളിച്ചോണ്ടിരിക്കുക. ഇനി ഒരു പക്ഷേ എൻ്റെ ഒരു അസംഷൻ പറയുകയാണ്, ഈ കുട്ടിയെ ആരെങ്കിലും മനഃപൂർവ്വം കൊണ്ട് കുളത്തിലിട്ടതാവണമെങ്കിൽ ഉറപ്പൊന്നും പറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ
ഉറപ്പായിട്ട് ആ കുളത്തിന്റെ ഘടകം മൊത്തം അറിയാന്നുള്ള ആളാണ്. കാരണം അവിടെ എപ്പോഴും ആൾക്കാർ കുളിക്കാൻ വരും, എപ്പോഴും ആൾക്കാരുണ്ടാവും, ഏത് സമയത്താണ് അവിടെ ആൾക്കൂട്ടം ഉള്ളത്, എല്ലാം അറിഞ്ഞു വെച്ചും കൊണ്ട് അറിയാവുന്നുള്ള, വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത്. കേട്ടോ, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആ നാട്ടിലുള്ള ആൾ തന്നെ അങ്ങനെയാണെങ്കിൽ. അല്ലാണ്ട് പുറത്തുനിന്ന് ഇപ്പൊ ഏതെങ്കിലും ബംഗാളി വന്നിട്ട് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. റാൻഡമായിട്ട് ഒരാൾ വഴിയെ പോയ സമയത്ത് ആ കുട്ടിയെടുത്ത് എന്തെങ്കിലും തോന്നി എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ഉള്ള റീസണും വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. എങ്കിലും എവിടെയോ എന്തോ ഒരു കുറവിന്റെ ഫീൽ എനിക്ക് ചെയ്യുന്നുണ്ട്. ഇനി മറിച്ച് ആ കുട്ടിയെ ഏറ്റവും അടുത്തറിയാവുന്നുള്ള, ഇന്റൻഷ്യലി പ്ലാൻ ചെയ്ത് തീർത്തതും ആകാം. മനസ്സിലായോ? അവിടെ ഒരു ദുരൂഹത നിൽപ്പുണ്ട്. ആ ഒരു പോയിന്റിൽ ഒരു ദുരൂഹത നിൽപ്പുണ്ട്. എന്തോ ഉദ്ദേശം കുട്ടിയെ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് കുറെ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം തീർത്തതുപോലത്തെ ഒരു ഫീല് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ കുളത്തിന്റെ കേസ് പറയുന്നുണ്ട്, ആൾക്കാർ വരുന്ന കുളമാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ആൾ ഒഴിഞ്ഞ സ്ഥലമാണെന്നും ആദ്യം ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വ്യക്തി പറയുന്ന ആൾ വരുന്ന സ്ഥലമാണെന്ന്. ഓക്കെ, അങ്ങനെ വരുന്ന സ്ഥലമാണെങ്കിൽ എപ്പോഴൊക്കെയാണ് ആ കുളത്തിൽ ആളില്ലാത്തത്? കാരണം ആൾക്കാരുള്ള സമയത്ത് ഒരിക്കലും ആ കുട്ടി അതിൻ്റെ അകത്ത് വീഴത്തില്ലല്ലോ, അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ടിടത്തില്ലല്ലോ. അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ ആൾക്കാർ കാണത്തില്ല. അപ്പൊ ആളില്ലാത്ത സമയത്ത് 6 വയസ്സായ ഒരു കുട്ടി ഒരിക്കലും ആളില്ലാത്ത സമയം നോക്കി വന്ന് ചാടത്തില്ല. ആ സ്ഥിതിക്ക് ആളില്ലാത്ത സമയത്ത് എങ്ങനെയാണ് ആ കുട്ടി അവിടെ എത്തിയത്? അതാണ് അന്വേഷിക്കേണ്ടത്. കറക്റ്റാ, വെട്ടിപ്പായിട്ട് ഇതാണ് പോ നോക്കിയോ നിങ്ങൾ. ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ടുണ്ടാവും. കാരണം കുളിച്ചിട്ടുണ്ടാവാൻ സാർ അപ്പോഴൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം പട്ട് കഴിഞ്ഞാൽ ബോഡി പോകുമ്പോൾ അല്ല, അത് നമ്മളെ വെള്ളത്തിനകത്ത് ബോഡി കിടന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന സാധ്യതയുണ്ട്. അപ്പൊ അത് ഏതായാലും അത് പോലീസ് വിശദമായ ഒരു അന്വേഷണം വേണം. അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന, അതിന് വിശദമായ ഒരു അന്വേഷണം തന്നെ വേണം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അപകട സാധ്യത അല്ലാണ്ട് വിശദമായ ഒരു പരിശോധന വേണം. അപകടത്തിന് വളരെ ചാൻസ് കുറവാണ്. കാരണം ആൾ ഉള്ള സ്ഥലമൊന്നും പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് അപകടത്തിന്റെ ചാൻസ് കുറവാണ്. ആളില്ലാത്ത സമയത്താണ് ആ കുട്ടി അവിടെ എത്തിയിരിക്കുന്നത്. അതെങ്ങനെ എത്തിച്ചു, ആരെത്തിച്ചു, അവിടെ ഒരു ദുരൂഹതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരാഴ്ച ബാക്കിൽ, അതായത് ഈ കുട്ടി മരണപ്പെടുന്നതിന് ഒരാഴ്ച ബാക്കിൽ ആ ഏരിയ, ആ പരിസരത്ത് അല്ലെങ്കിൽ ആ ഒരു നാട്ടില് കാണാത്ത ഒരാളെ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കണം. അതായത് ഇതുവരെ കാണാത്ത ഒരാളെ അവിടെ എവിടെയെങ്കിലും ആ പരിസരത്ത് കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതുപോലെ ഈ കുട്ടിയുടെ അമ്മയുടെ ഫോണ് എല്ലാം ചെക്ക് ചെയ്യണം. ഇനി ഈ കുട്ടിയുടെ അമ്മയ്ക്ക് വേറെ ഏതെങ്കിലും ഫോൺ ഉണ്ടോ എന്നും ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഫോൺ ഉണ്ടെങ്കിൽ അതും നമ്മൾ കണ്ടെത്തണമല്ലോ. ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചിട്ട് അവര് കുറ്റവാളി എന്നൊന്നും സ്ഥാപിക്കാനല്ല ശ്രമിക്കുന്നത്. അന്വേഷിക്കണം. ഇതെല്ലാം അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ദുരൂഹതകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, പുല്ല് പോലെ. കേട്ടല്ലോ. എന്തായാലും നമുക്ക് വേറെ ന്യൂസ് ക്ലിപ്പ് കാണാം. ആശാ വർക്കർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ പാർക്ക് എന്ന് പറയുന്നത് പാർക്കുള്ളത് അവിടെ വന്നിട്ടുണ്ട്. അതായത് 2 ദിവസം മുമ്പ് ആ ഒരു ഓർമ്മയിൽ അമ്മമ്മ ഇന്ന് കാലത്ത് വന്ന് നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ അവിടെ. അപ്പൊ ഇന്നലെ പോലീസ് എല്ലാം അവിടെ അന്വേഷിച്ചിട്ടുണ്ട്. അവർ സ്ഥിരം ഈ കുട്ടി പാർക്കിൽ കളിക്കാൻ ഇല്ല, മിനിയാന്ന് വല്യമ്മയുടെ മക്കളെല്ലാവരും വിരുന്ന് വന്നിട്ടുണ്ട്. അവരുടെ കൂടെ വന്നിട്ടാണ് കുട്ടി കളിച്ചിരിക്കുന്നത്. അപ്പൊ അമ്മമ്മയുടെ പെർമിഷനോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് കളിക്കാൻ. അങ്ങനെ പുറത്ത് പോകാത്ത കുട്ടിയാണ്. ഇപ്പോ ഈ കുളം എന്ന് പറയുന്നത് ഒരാൾക്ക് നേരെ അങ്ങോട്ട് കുളത്തിലേക്ക് എത്താൻ പറ്റില്ല. ഈ ചെറിയ പാലങ്ങളാണ്, പിന്നീട് വലിയൊരു ചാലാണ്. അപ്പോ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? സംശയിക്കാന്ന് പറഞ്ഞാൽ ആ കുട്ടി ഈ പരിസരത്ത് അങ്ങനെ വരാത്ത കുട്ടിയാണ്. എന്താ സംഭവിച്ചതെന്ന് ഓക്കെ, ഇവിടെ ആശാ വർക്കറായ ലേഡി പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ കുട്ടി സാധാരണ ഇങ്ങോട്ട് വരാത്ത കുട്ടിയാണ്. അങ്ങനെ വരാത്ത കുട്ടിക്ക് കറക്റ്റ് വഴി തേടി 800 മീറ്റർ അപ്പുറത്തുള്ള കുളം തേടി പോകാൻ പറ്റത്തില്ല. അതായത് സ്ഥിരമായിട്ട് അതുവഴി ആ കുട്ടി അങ്ങനെ പോകുന്ന കുട്ടിയല്ല എന്നുള്ള രീതിയിൽ നിന്നുള്ള ഒരു വാക്കല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് നല്ല ഡൗട്ടാണ്. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് മറ്റെന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അതുണ്ടെങ്കിൽ ആ ഒരു ഇന്റൻഷനിലാണ് പരിപാടി നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് ഏറ്റവും അടുത്ത കൂടെ നിന്ന ഏറ്റവും വേണ്ടപ്പെട്ട ആരൊക്കെയോ കൂടി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വ്യക്തമായിട്ട് അറിയില്ല. ഈ പരിസരം ഇങ്ങോട്ട് വരില്ല ആ കുട്ടി. നിങ്ങൾ ആശാ വർക്കറാണല്ലോ, അങ്ങനെ ഈ സ്ഥിരം പാർക്കിലും കുട്ടി വരുന്നതായിട്ട് അറിയില്ല. ഇല്ല, സ്ഥിരമായിട്ട് വരുന്ന കുട്ടിയല്ല. ഈ കുളത്തിന്റെ ഭാഗത്ത് ഇപ്പൊ കുട്ടിയുടെ ബോഡി കിട്ടിയ കുളത്തിന്റെ ഭാഗത്തും അങ്ങനെ സ്ഥിരമായി വരാറില്ല. ഈ സൈഡ് ആ കുട്ടി വരാറേ ഇല്ല. കേട്ടല്ലോ, ഈ സൈഡിലോട്ട് ആ കുട്ടി വരാറില്ല. നോട്ട് ദ പോയിന്റ്. സൈഫുദ്ദീൻ ജിൽസി, ആ കുട്ടി ഈ ഭാഗത്തേക്ക് അങ്ങനെ സ്ഥിരമായി വരാറില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ സാഹചര്യം എന്തായാലും വലിയ ദുരൂഹതയും അസ്വാഭാവികതയും ഉണ്ട്.
പക്ഷേ ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇന്ന് രാവിലെ മുതൽ ഇപ്പോ മൃതദേഹം കിട്ടി കുളത്തിന്റെ ഭാഗത്തായിട്ട് തന്നെയാണ് തെരച്ചിൽ. അപ്പോ ഇന്നലെ രാത്രി തന്നെ അവർക്കൊരു ലീഡ് കിട്ടിയോ? കുട്ടി ഈ ഭാഗത്തേക്കാണ് പോകുന്നത് എന്നൊരു സംശയം ഫയർഫോഴ്സിനും പോലീസിനും ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരുന്നോ? സംശയമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിന് എന്തായാലും കുട്ടി ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു. പാവം 6 വയസ്സായ ഒരു കുട്ടി. അപ്പം ഇനി അന്വേഷിക്കണം ഇതിന്റെ പിന്നിൽ കളിച്ച ആരാണ്, എങ്ങനെയാണ് ആ കുട്ടി അവിടെ എത്തിയത്. ഇതൊക്കെ അന്വേഷിക്കണം. അവിടെ ഇതൊക്കെ അന്വേഷിക്കാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാൽ വോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിട്ടുപോകേണ്ട കേസുകളല്ല. പാവല്ലേ, എന്തു പറയാനല്ലേ. എനിക്ക് കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നി. ഒരു 6 വയസ്സായ കുട്ടി. ഇതൊക്കെ ആരൊക്കെ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ലേ. എനിക്ക് എന്തോ നല്ല ഡൗട്ടുണ്ട് കേട്ടോ, നല്ല ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് ആശാ വർക്കർ പറയുന്നുണ്ട് ആ പരിസരത്തൊന്നും വരുന്ന കുട്ടിയല്ലെന്ന്. ആ സ്ഥിതിക്ക് ആ കുട്ടി അങ്ങ് പോയിരിക്കുന്നു. നല്ല ഡൗട്ടാണ്. അങ്ങനെ ഒറ്റയ്ക്ക് പോകത്തില്ല. 6 വയസ്സായ ഒരു കുട്ടി ഇത്രയും ദൂരം പോകുന്ന സമയത്ത് വഴിയിൽ ആരും കണ്ടില്ലേ? അങ്ങനെയുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കൊരു കുട്ടി നടന്നു പോകുന്നുണ്ടെങ്കിൽ വഴിയിൽ ആരും കണ്ടില്ലേ? ആരും കാണാതെ ആ കുട്ടി നടന്നു പോയാ, ഒളിച്ചൊളിച്ച് പാത്തും പതുങ്ങിയും പോയാ. 6 വയസ്സുള്ള കുട്ടിക്ക് അത്രയ്ക്ക് ബോധമുണ്ടോ? ചിന്തിക്ക്. നല്ല ദുരൂഹതയാണ്. കുട്ടിയുടെ അമ്മ അടക്കം ആദ്യം ചോദ്യം ചെയ്ത് തുടങ്ങണം. പിന്നെ ബന്ധുക്കളെ എല്ലാവരെയും സകലമാന ആൾക്കാരും ചോദ്യം ചെയ്യണം. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും അവിടെ പരിസരത്ത് കണ്ടിട്ടുണ്ടോ? ഏവളെങ്കിലും കണ്ടിട്ടുണ്ടോ? തക്കതായ രീതിയിൽ അന്വേഷിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ആണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒരു നാടൊന്നാകെ 6 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി തിരച്ചിലായിരുന്നു. അവർ പ്രാർത്ഥിക്കുകയായിരുന്നു ആ കുഞ്ഞ് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട്. ആ വാർത്തകൾ പങ്കുവെക്കുമ്പോഴും നമ്മൾക്കും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകളൊക്കെ തന്നെ വിഫലമായിരിക്കുകയാണ്. പാലക്കാട് ചിറ്റൂരിലെ സുഹാന്റെ മൃതദേഹം കണ്ടെത്തി. വീട്ടിൽ നിന്ന് കുറച്ച് മാറിയുള്ള കുളത്തിൽ നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, വേറൊന്നുമല്ല. ഈ പാലക്കാട് ചിറ്റൂരിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റയിലൊരു മെസ്സേജ് ഒന്ന് ഇടുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലോ ഏതിലെങ്കിലും ഒന്ന് മെസ്സേജ് ഇടുക. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ഏരിയയിൽ, അതായത് ഈ കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉള്ള ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് ഇടുക. മൃതദേഹം ആ കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്? കഴിഞ്ഞ ദിവസമൊക്കെ ആ പ്രദേശത്തൊക്കെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നോ? പൂജ, രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇവർക്കും ഒരു കണ്ണീരോർമ്മയായി മാറിയിരിക്കുകയാണ് സുഹാൻ. സുഹാന്റെ വീടിന് നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം വരും ഈ കുളം. ഏകദേശം ഒരു 300 മീറ്റർ ചുറ്റളവിനുള്ള കുളത്തിലൊക്കെ തന്നെ ഇന്നലെ പോലീസ് സംഘവും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും ഒക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ പോലീസ് നായ ഇവിടെ മണപ്പിച്ചുകൊണ്ട് എത്തിയത് തൊട്ടടുത്തുള്ള ഒരു കുളത്തിലാണ്. അതുകൊണ്ട് ആമ്പൽക്കുളം. ആ ആമ്പൽക്കുളത്തിലൊക്കെ തന്നെ ഇന്ന് രാവിലെ മുതൽ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ പൊടുന്നനെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു കുളത്തിൽ നിന്ന് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്നലെയൊക്കെ തന്നെ അവിടെ പലരും കുളിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോഴൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. സ്വാഭാവികമായിട്ടും അതാണ്, കുളിക്കുന്ന സമയത്തൊന്നും ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതാണ് ഞാൻ ആദ്യമേ ഒരു ഡൗട്ട് പറയുന്നത്. അതായത് ആൾക്കാരില്ലാത്ത സമയം നോക്കി ഒരു പക്ഷേ ആ കുട്ടിയെ കൊണ്ട് അവിടെ ഇട്ടതാവാം. അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആരും ഇല്ലാത്ത സമയത്ത് ആ കുട്ടിയെ കൊണ്ടിടുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും ഇത്രയും ദൂരം മാറി ആ കുട്ടി ഒറ്റയ്ക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ ആരും കാണാതിരിക്കും. അതാണ് പറഞ്ഞത്. പോസിബിലിറ്റി ഈസ് വെരി 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 ഹൈ. അത് പൊങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും ആ കുളത്തിലേക്ക് തന്നെയായിട്ട് കുട്ടി പോകണം, എന്നാൽ മാത്രമേ അവിടേക്ക് വീഴുകയുള്ളൂ. അല്ലാതെ കാൽവഴുതി വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതിനിപ്പുറം ഒരു ചാലുണ്ട്. നമ്മൾ കണ്ടതുപോലെ ആ ചാലിൽ കുളിച്ച് കടക്കാൻ വേണ്ടി ഒരു പോസ്റ്റും മറ്റുമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നടന്നായിരിക്കണം ഒരുപക്ഷെ കുട്ടി അങ്ങോട്ട് എത്തിയിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ദൂരം കുട്ടി എങ്ങനെ അവിടെ വരെ നടന്നു പോയി എന്ന ഒരു ചോദ്യവുമുണ്ട്. ഇപ്പോൾ കേട്ടല്ലേ, ആ ചോദ്യം അവിടെ ബാക്കി നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ CCTV സകലമാന CCTVയും പരിശോധിക്കുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തി അവിടെ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുക. ഇനി CCTVയിൽ ചിലപ്പോൾ പതിയാതെ നടന്ന ആളും കാണും പുതുതായിട്ട് ആ നാട്ടിൽ വന്ന്. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരെ മൊത്തം ചോദ്യം ചെയ്ത്, നാട്ടുകാരെ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിസരവാസികളെ മൊത്തം ചോദ്യം ചെയ്ത് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് പോയിട്ട് ചോദ്യം ചെയ്യണം. മറ്റേ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടിരുത്തില്ല, അല്ലാണ്ട് പോലീസ് പോയി അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരാളെ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൺഫേം ആക്കണം. അങ്ങനെ കൺഫേം ആകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വൻ ഒരു ദുരൂഹതയിലേക്ക് പോകും. മനസ്സിലായ? എൻ്റെ ഒരു അസംഷനാണ്.
ഈ വെക്കേഷൻ സമയമൊക്കെ ആയത് കൊണ്ട് തന്നെ പാർക്കിലും മറ്റുമൊക്കെ അവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അങ്ങോട്ടൊക്കെ പോകാറൊക്കെ ഉള്ള പതിവാണ്. അപ്പോൾ ഇനി അങ്ങനെ എങ്ങാൻ പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും സംശയമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങളിൽ സംശയമുണ്ട്. അയൽവാസി കൂടി നമുക്കിപ്പം ചേരുകയാണ്. അല്ലെ കുട്ടി, ഈ തങ്ങളുടെ വീടാണ് ഇതിലൂടെ ഇങ്ങനെ നടന്ന് ഇത്രയും ദൂരം പോയത് എങ്ങനെ എന്നതാണ്. പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവൻ എല്ലാ ദിവസവും നമ്മുടെ ഈ പരിസരം വിട്ട് എവിടെയും പോകാറില്ല. രാവിലെ വരും. എല്ലാ ദിവസവും പരിസരം വിട്ട് പോകാൻ ആ കൂടെ ഒത്തുപോരുണ്ട്. കൊച്ചു കുഞ്ഞ അത് എവിടെ പോവാനാ? എങ്ങനെ അങ്ങ് പോവും? ലോജിക്ക് ചെയ്തെങ്കിൽ നല്ല ഒന്നാം തരം ദുരൂഹത കേസിൽ. പെട്ടെന്ന് കളിക്കും. രാവിലെ ഒരു 6-6 വരും. ഞങ്ങളോടത്തൊക്കെ ഒരു ഹായ് പറയും. പിന്നെ സുഹാനെ പറഞ്ഞ് വിളിച്ചാൽ പോലും അവൻ തിരിച്ചൊറ്റ ഓട്ടോടും വീട്ടിലേക്ക്. സുഹാനെ ചോക്ലേറ്റ് കൊടുത്താൽ പോലും വാങ്ങില്ല, അവൻ തിരിച്ചോടും. ഈ കോമ്പൗണ്ട് വിട്ട് പോകാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ വെക്കേഷൻ അടുത്തത് കൊണ്ട് അവൻ്റെ ഫാമിലിയിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പാർക്കിൽ പോയി കളിക്കാറുണ്ട്. പാർക്കിൽ പോയി ഫാമിലിയിൽ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അന്വേഷിക്കണം. ഫാമിലിയിൽ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോന്ന് ഇതാണ് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് നോർമൽ ഡെത്ത്. പട്ടോളി മുനിസിപ്പാലിറ്റി പാർക്കിൽ പോയി കളിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി പരിചയം ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. കൂട്ടുകൂടിയൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെ പോയി? ഒറ്റയ്ക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ എങ്ങനെ പോയി എന്നറിയില്ല. പക്ഷേ പോയ പരിചയം വെച്ച് പോയതാകാം എന്നാണ് ഞങ്ങൾക്കൊരു തോന്നൽ. കാരണം 2 ദിവസം ആ വഴി പോയ പരിചയം ഉണ്ടാവുമല്ലോ വഴി. അങ്ങനെ പോയതാകാം എന്നാണ് തോന്നുന്നത്. കൃത്യത അറിയില്ല. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ 8:30 കിടക്കാൻ കണ്ടതാണ്. സുഹാനെ നോക്കി കളിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോയതാണ്. കാരണം ഈ തൊടുകിൽ കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ കാല് വീഴാൻ സാധ്യതയുണ്ട്, നീ അവിടെ നിന്ന് മാറി കളിക്കടാ സുഹാനെ എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ വിഷമം നല്ലോണം ഉണ്ട് താനും. കാരണം ഈ 12:30 ആകുമ്പോൾ ഇവിടുന്ന് എനിക്ക് വിളിച്ച് ഫോൺ, ഞാൻ ഡ്യൂട്ടിയിൽ പുന്നര സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് സുഹാനെ കാണുന്നില്ല, എങ്ങനെയും പോലീസിനെ അറിയിക്കണം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനെ വിളിച്ച് അറിയിക്കുകയും പോലീസ് സമയബന്ധിതമായി പെട്ടെന്ന് എത്തി ഇവിടെയൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. എവിടെയും ഡിലേ വന്നിട്ടില്ല. സുഹാനെ കാണുന്നില്ല എന്ന് പറഞ്ഞതും പോലീസ് സ്പോട്ടിൽ വന്നു, എല്ലാ ഭാഗത്തും തെരച്ചിൽ നടത്തി, എന്നിട്ടും കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇങ്ങനെ പോകാനുള്ള സാധ്യത ഇത്രയാണ് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം 2-3 ദിവസമായി വെക്കേഷൻ ആയതുകൊണ്ട് പാർക്കിൽ പോകാനുള്ള വഴി ഓട്ടോമാറ്റിക് സുഹാൻ പോയിട്ടുണ്ട്. ഇവര് ഫാമിലി കുടുംബക്കാരുമായിട്ട് അല്ലെങ്കിൽ ഇവരെ സുഹാന്റെ ഏട്ടനുമായിട്ട് പാർക്കിൽ പോയി. ഇവിടെ ഞാൻ വേറൊരു ഡൗട്ട് പറയാം. കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ കുടുംബക്കാരെല്ലാം ചോദ്യം ചെയ്യണം, നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം. കാരണം ഈ കുടുംബക്കാരുമായിട്ട് അവിടെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സുഹാന് വഴി അറിയാമെന്ന് പറയുന്നത്. അതിൽ ഇതില്ല, കണക്ഷൻ പറ്റില്ല. പക്ഷെ കുടുംബക്കാരുമായിട്ട് അവിടെ പോയിട്ടുള്ള സമയത്ത് ഈ കുടുംബക്കാരിൽ വന്ന ആൾക്കാർക്ക് അവിടുത്തെ ആ ഒരു അവസ്ഥ അറിയാൻ പറ്റും. എന്തായാലും ആ കുളത്തിന്റെ അവസ്ഥ അവിടെ എപ്പോഴൊക്കെ ആൾക്കാരുണ്ടാവും, ഇല്ലാകും എന്നൊക്കെ അറിയാൻ പറ്റും. ആ സ്ഥിതിക്ക് കുടുംബക്കാരൊന്ന് അന്വേഷിക്കുക. എൻ്റെ ഇപ്പോഴത്തെ 100% എനിക്ക് ഉറപ്പിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ആ കുട്ടി വീട്ടിൽ നിന്ന് ആ കുളം വരെ ഒറ്റയ്ക്ക് പോകത്തില്ല. പോകുന്ന വഴിക്ക് ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കൂടി ആരെങ്കിലുമൊക്കെ കാണുമായിരുന്നു. ഇനി ആരും കണ്ടില്ലെങ്കിൽ കൂടി തന്നെ ഒറ്റയ്ക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു കടുങ്കൈ കുട്ടി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ദുരൂഹതയുണ്ട്. അമ്മയുടെ ഫോണടക്കം പരിശോധിക്കണം. പരിചയം ഉണ്ടാവാൻ വഴി, ആ വഴി അങ്ങനെ പോകാനാ സാധ്യത കൂടുതൽ. അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. സംസ്കാര ചടങ്ങ് എങ്ങനെയാണ്? സംസ്കാര ചടങ്ങ് 4 മണിക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അനസ് കോഴിക്കോട് നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കോഴിക്കോട് നല്ല സൗദിയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ 4 മണിക്കാണ് ചടങ്ങെന്ന് പറഞ്ഞു. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കുടുംബക്കാരായിട്ട് ചോദിച്ചാൽ മാത്രമേ പറയാൻ അറിയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം സങ്കടത്തിലാഴ്ത്തിയ ദിവസമായിരുന്നു. കാരണം കുഞ്ഞു സുഹാൻ മടങ്ങിയെത്തുമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. കാരണം ഈ കുളങ്ങളിലൊക്കെ പോയി പരിശോധന നടത്തുമ്പോൾ അവിടെ കാണുന്നില്ല, മാത്രമല്ല മറ്റു പലയിടങ്ങളിൽ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. അത് തന്നെയാണ് ഞാനിപ്പോൾ 12:30 ആകുമ്പോൾ എനിക്ക് കോൾ വന്നു. ഞാൻ സ്റ്റേഷനിൽ അറിയിച്ചു, വീട്ടിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കിട്ടും എന്നിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ ഒരു പെർമിഷൻ വാങ്ങിച്ച് വാങ്ങിക്കാതെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിലും സുഹാനെ കിട്ടും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ ഓടി വരാതിരുന്നത്. ഇപ്പോൾ കിട്ടുമല്ലോ എല്ലാം തരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ വൈകുന്നേരം വരുന്നത്. എനിക്ക് വൈകുന്നേരത്ത് കാണാതായിട്ടാണ് ഞാൻ ഓടി വേഗം വന്നത്. അപ്പോൾ അതിൻ്റെതായ വിഷമം എനിക്കുണ്ട്, നാട്ടുകാർക്കുണ്ട്, എല്ലാവർക്കും ആ സങ്കടമുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു കാര്യം പറയാം. വേറൊന്നുമല്ല, ഇവിടെ സുഹാനെ കാണാതെ തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ ചാലിൽ നിന്ന് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇത്രയും ഡൗട്ട് ചിലപ്പോൾ പോയെന്ന് വരത്തില്ല. മനസ്സിലായോ? അത് കാൽ വഴുതി വീഴുന്നു എന്നെങ്കിലും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേനെ. പക്ഷെ ഇത് നല്ല ഡൗട്ടാണ്, നല്ലൊരു ഡൗട്ടാണ്. ഇനി എല്ലാവരും പറയുന്നത് കേട്ട് നോക്കാം. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു നല്ല ന്യൂസ് വരുമോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രതീക്ഷകളെല്ലാം വിഫലമായി. കുഞ്ഞു സുഹാൻ കണ്ണീരോർമ്മയാണ്. നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി മൃതദേഹം ഏകദേശം 800 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുളത്തിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് സുഹാന്റെ വീട്. ഇവിടെ നിന്നാണ് സുഹാൻ പുറത്തേക്ക് വന്നത്. 11 മണിയോടുകൂടി ഇന്നലെ ഇവിടെ നിന്ന് ഇതിലേക്ക് പുറത്തേക്ക് വരികയായിരുന്നു. സഹോദരനുമായി കളിക്കുകയായിരുന്നു കുട്ടി.
ഈ വഴിയിൽ കൂടി എല്ലാം സുഹാൻ ഇങ്ങനെ നടന്നു പോവുമോ? അതാണ് എൻ്റെ ഡൗട്ട്. ആരും കാണാതെ ഒറ്റയ്ക്ക് സുഹാൻ ഈ വഴിയിലൂടെ എല്ലാം നടന്ന് അതും നിങ്ങളാ വീടും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല, എനിക്കൊരു രീതിയിലും തോന്നുന്നില്ല. പിന്നെ ആള് കുറച്ച് കുറവുണ്ടെന്നും തോന്നുന്നുണ്ട്. ഏരിയ അങ്ങനത്തെ ബേസാണ്. പക്ഷെ എങ്കിലും ആരെങ്കിലും ഒക്കെ പുറത്ത് കാണും. ഒറ്റയ്ക്ക് ഒരിക്കലും പോകാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും ഇതിൻ്റെ തലേ ദിവസം ഏതെങ്കിലും കാറുകളോ വണ്ടികളോ ഈ സുഹാന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതായിട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോലീസിൽ പറയേണ്ടതാണ്. കാറോ ബൈക്കിലാണെങ്കിൽ സുഹാനെ ഇരുത്തി കൊണ്ടുപോയാൽ കാണാൻ പറ്റും. കാറുകൾ പോയിട്ടുണ്ടോ എന്ന് നല്ല രീതിയിലൊന്ന് അന്വേഷിക്കുക. കാരണം അതിനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കുഞ്ഞും അവര് അനിയനായിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് പിണങ്ങി കഴിഞ്ഞാൽ അതിനെ വെളിയിലേക്ക് വന്നു. അമ്മ നിസ്കരിക്കുകയായിരുന്നു. ആ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല. ഇതാണ് വീടിന് പുറത്തുള്ള പാത. ഓക്കെ, ആ ഒരാൾ പറഞ്ഞത് കേട്ടോ. അതായത് കുഞ്ഞ് രണ്ടുപേരായിട്ട് പിണങ്ങിയെന്ന്. അപ്പം അവിടെ ഒരു ഡൗട്ടുണ്ട്. എന്തോ നല്ല ദുരൂഹതയുണ്ട്. സാധാരണഗതിയിൽ സുഹാൻ ഇത്തരം പ്രദേശങ്ങളിൽ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിലായിരുന്നു. ഡോഗ് സ്ക്വാഡ് അടക്കം ഇന്നലെ പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഡോഗ് സ്ക്വാഡ് ഈ മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തി. അങ്ങനെ പോലീസ് നായ ആദ്യം പോയത് ഈ ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു കുളമുണ്ട്, ആ ഭാഗത്തേക്കാണ് ആദ്യം പോയത്. അവിടെയൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി തന്നെ പോലീസ് സംഘവും ഫയർഫോഴ്സും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ ഈ ആമ്പൽക്കുളം കേന്ദ്രീകരിച്ചാണ് ഫയർഫോഴ്സിന്റെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടന്നത്. പക്ഷെ ഇവിടെ നിന്നും കുട്ടിയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു കുളമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബോഡി കണ്ടതായി നാട്ടുകാരിൽ ചിലർ അറിയിക്കുകയും അവിടേക്ക് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും ഉൾപ്പെടെ ഓടി എത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ കുളത്തിലേക്ക് വരാൻ സാധാരണഗതിയിൽ അല്പം പ്രയാസവുമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു ചാലാണ്. ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ചാലുണ്ട്. ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്. ആ കനാലിൽ കേട്ടല്ലോ, അത് ആ കനാൽ ഉൾപ്പെടെ നിങ്ങൾ കണ്ടതാണ്. ഞാനിന് പുതിയതായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സ്ഥിതിക്ക് അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പുറമാണ് ഈ കുളമുള്ളത്. മറിഞ്ഞു വേണമെന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. എന്തായാലും കുട്ടി മടങ്ങി വരും. ഒരു പോറലും. ഓക്കെ, ഞാനിനി കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം കേട്ടോ. കൊല്ലം ദേവനന്ദ കേസിൽ അമ്മയ്ക്ക് 2 മൊബൈൽ ഫോണുകൾ ഉള്ളതായി ഒരു ചാനൽ അറിഞ്ഞു. അതേപ്പറ്റി അമ്മയോട് ചോദിച്ചപ്പോൾ അതിൽ ഒരെണ്ണം കളഞ്ഞുപോയി എന്നായിരുന്നു അമ്മയുടെ മറുപടി. അന്വേഷണം എവിടെ എത്തി? ഒരിടം എത്തിയില്ല. ഞാനും ആദ്യം ഓർത്തു ദേവനന്ദയാണെന്ന്. 2 മരണവും ഒരുപോലെ സാമ്യം. ദേവനന്ദയുടെ അമ്മയെ ചോദ്യം ചെയ്യണം, നല്ല അടി കൊടുക്കണം, അല്ലെങ്കിൽ നുണപരിശോധന നടത്തണം. ദേവനന്ദയുടെ കേസുമായിട്ട് നാട്ടുകാർ ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ് മൊത്തം. കാരണം അതേ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ ആ വഴിയിലൂടെ പോയെന്ന് ചെയർമാൻ പറഞ്ഞുവല്ലോ. അമ്മയെ ചോദ്യം ചെയ്യണം. സ്കൂൾ അവധിയല്ലേ, കുട്ടിയെ കാണാതായ സമയം കൃത്യമായി ആരും പറയുന്നില്ല. ആ വീട്ടിലുള്ളവർ ആരെങ്കിലും ആയിരിക്കും പ്രതി. ഞാനും ആദ്യം ഓർത്തു ദേവനന്ദയാണെന്ന്. ഓക്കെ, ഇവിടെ നാട്ടുകാരുൾപ്പെടെ ഇപ്പൊ ഈ ദേവനന്ദ കേസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾ. അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയിലോട്ട് നല്ലപോലെ സംശയം പോകുന്നുണ്ട്. അവരാണെന്ന് ആരും സ്ഥാപിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഒന്നടങ്കം അന്വേഷിക്കണം. കുട്ടിയുടെ അമ്മയെ അടക്കം ചോദ്യം ചെയ്യണം. അവരെന്തെങ്കിലും പറയുന്നത് ദുരൂഹത ഉണ്ടോയെന്ന് നോക്കണം. ഇത്തരം കാര്യങ്ങളാണ് നാട്ടുകാർ പറയുന്നത്. അല്ലാണ്ട് നാട്ടുകാരെല്ലാവരും വന്നിരുന്നിട്ട് കുട്ടിയുടെ അമ്മയാണെന്നൊന്നും അല്ല പറയുന്നത്. എല്ലാ കേസുകളിലും നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, പല കേസുകൾ ഇതുപോലത്തെ ഉടായ്പകൾ സംഭവിക്കുന്നുണ്ട്. അവിഹിതത്താൽ കുട്ടികളെ തീർത്ത് കളയുന്ന കേസുകളുണ്ട്. അങ്ങനെ പല കേസുകളുണ്ട്. അതുകൊണ്ട് ഇതിലും ആ ഒരു രീതിയിൽ അന്വേഷണം പോകണം. ഇത്ര മാത്രമേ നാട്ടുകാർ പറയുന്നുള്ളൂ, മീൻസ് ജനങ്ങൾ പറയുന്നുള്ളൂ. കാരണം നല്ല ദുരൂഹതയുണ്ട് ഈ ഒരു കേസിൽ. നമുക്കൊരു അത്യാവശ്യം ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്. നമുക്ക് എന്തായാലും കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും നോക്കാം. റിപ്പോർട്ടുകളും കാര്യങ്ങളും വന്നതിന് ശേഷം അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും, നിങ്ങളുടെ ചിന്താഗതിയിൽ തോന്നുന്ന കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണലായിട്ട് ഈ ഒരു കേസുമായി റിലേറ്റ് ചെയ്ത് സംസാരിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് ചെയ്യുക. പുതിയൊരു വീഡിയോ കിട്ടണം. ബൈ.